നിലവാരത്തിൽ വന്നാൽ, നമ്മുടെ ജീവിതത്തിനകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി നിൽക്കുന്നത് കണ്ടാൽ ഒരുപക്ഷെ അതിനെ നിയന്ത്രിക്കാനോ സ്വാധീനിക്കാനോ നമുക്ക് പറ്റിയില്ലെന്ന് വന്നേക്കാം. എന്നാൽ നിന്റെ കൂടെയുള്ള ദൈവത്തിന് അതിനെ സ്വാധീനിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പകലിൽ ദൈവത്തിന് സ്വാധീനിക്കാൻ പറ്റും. ഓർത്തേ, അവൻ പടകിലകത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് പടകിനകത്തുള്ള യാത്ര പ്രയാസമായി മാറി. എപ്പോഴാണ്? കാറ്റ് പ്രതികൂലമായപ്പോ ഓളങ്ങൾ ഉണ്ടായപ്പോൾ പ്രയാസമായി മാറി. എന്നാൽ യേശു കർത്താവ് എഴുന്നേറ്റപ്പോൾ എന്ത് സംഭവിച്ചു? കാറ്റും കടലും ഒക്കെയും അവനെ അനുസരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ചെന്നിടത്തൊക്കെ പ്രകൃതികൾ യേശുവിനെ അനുസരിച്ചു. രോഗം യേശുവിനെ അനുസരിച്ചു. അവിടെയുള്ള അന്ധകാര മണ്ഡലങ്ങൾ യേശുവിനെ അനുസരിച്ചു. സകല മേഖലകളിലും യേശുവിന്റെ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങിയപ്പോ അത് വിളിച്ചു വന്ന വസ്തുത കൊണ്ട് അവൻ സാധാരണ ഒരു വ്യക്തിയല്ല, അവൻ അധികാരമുള്ളവനാണ്. അതുകൊണ്ടാണ് ജനം പറഞ്ഞത്, ഇവൻ അധികാരമുള്ളവനെ പോലെ സംസാരിക്കുന്നു. പകൽക്കാലം അവൻ നമ്മുടെ ദൈവം ആരാണ്? അധികാരമുള്ളവനാണ്. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പകൽക്കാലം പറ, എന്റെ യേശുവിന് അധികാരം എന്റെ മേലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രശ്നങ്ങളെ തൊടുവാൻ ആ ദൈവത്തിന് സാധിക്കും. ഈ സങ്കീർത്തനം വിളിച്ചു പറഞ്ഞ വസ്തുതയാണ്. ആ ദൈവം അധികാരമുള്ള ദൈവമാകുന്നത് കൊണ്ട് ആ ദൈവം നിശ്ചയമായും നമ്മുടെ പ്രശ്നങ്ങളെ തൊടുവാനായിട്ട് ഇടയായി തീരും. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ട്. എക്സോഡസ് ചാപ്റ്റർ 15:11. വായിച്ചാട്ട്. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ. ദൈവത്തെക്കുറിച്ച് മിരിയാമും മോശയും പാടുന്ന പാട്ടാണ് 15-ാമത്തെ അധ്യായത്തിനകത്ത് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. 15-ാമത്തെ അധ്യായത്തിനകത്ത് ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ അനുഭവിച്ച് ദൈവത്തിന്റെ വലിയ കൃപകളെ അനുഭവിച്ച് അവർ മുന്നോട്ട് കടന്നു ചൊല്ലുമ്പോൾ അവിടെ പാടുകയാണ്. മോശയും ഇസ്രായേൽ മക്കൾ വന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലി നിന്നാൽ യഹോവയ്ക്ക് പാട്ട് പാടും. അവൻ മഹോന്നതൻ, കുതിരയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ദൈവത്തിനൊരു പാട്ട് പാടാൻ തുടങ്ങി. എപ്പോഴെന്നറിയാമോ? ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവപ്രവൃത്തി തങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവിച്ചപ്പോൾ ദൈവത്തിന് അവർ പാട്ടുപാടാൻ തുടങ്ങി. നമുക്കറിയാവുന്ന വിഷയമാണ്. ചെങ്കടലിന്റെ അനുഭവത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ ഫറവോനെയും സൈന്യത്തെയും എന്ത് ചെയ്തു? അവിടെ